നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിൽ 45% കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായി തോട്ട്ലെസ് ആയി ഒട്ടും ഡിസിഷൻ മേക്കിംഗ് ഇൻവോൾവ് ചെയ്യാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ സാധാരണയായി ഹാബിറ്റ്സ് അല്ലെങ്കിൽ ശീലങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ 45% കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായി നമ്മുടെ കൺട്രോളിലല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ഒരു ചിന്തയൊന്നും കൂടാതെ ഓട്ടോമാറ്റിക് ആയിട്ടാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ എത്രയധികം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഹാബിറ്റ്സ് എന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ പവർഫുൾ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ പറയും. കാരണം വേറൊന്നുമല്ല, ഈ ചെയ്യുന്ന 45% കാര്യങ്ങൾ നമ്മൾ ഇഫക്റ്റീവായിട്ടല്ല, പ്രൊഡക്റ്റീവായിട്ടല്ല, തെറ്റായ രീതിയിലാണ് ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് നമ്മുടെ ലൈഫിന്റെ അവസ്ഥ. കുറെ നാൾ ഇങ്ങനെ ഇതേ ഹാബിറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വേറൊരാളായിട്ട് മാറാം, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കൊന്നും എത്തിച്ചേരാൻ സാധിക്കാത്ത ഒരവസ്ഥ വരാം. അങ്ങനെ നമ്മളെ വളരെ മോശമായിട്ട് ബാധിക്കാനുള്ള അത്ര പവർഫുൾ ആണ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. വി ആർ വാട്ട് വി റിപ്പീറ്റഡ്ലി ഡു, അരിസ്റ്റോട്ടലിന്റെ ഒരു കോട്ടാണ്. സോ നമ്മൾ എന്നത് നമ്മൾ ഏത് കാര്യമാണോ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത് അതാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഹാബിറ്റ്സ് ആണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത് അല്ലേ, ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്നത്, ചിന്തിക്കാതെ ചെയ്യുന്നത് ഹാബിറ്റ്സ് ആണ്. അത് നമ്മൾ ശരിയായ രീതിയിലല്ല ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കതിന് വലിയ വില കൊടുക്കേണ്ടി തന്നെ വരും. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ ദ പവർ ഓഫ് ഹാബിറ്റ് എന്ന ചാൾസ് ഡഹിഗിന്റെ ബുക്കിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ചില തോട്ട്സ്, അദ്ദേഹം പറഞ്ഞതിൽ വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ചില ഇൻസൈറ്റ്സ് ആണ് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് റിസർച്ചുകളെയും ഒരുപാട് എക്സ്പെരിമെന്റ്സിനെയും ഒക്കെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് ദ പവർ ഓഫ് ഹാബിറ്റ്. ബുക്കിന്റെ പേര് ഇങ്ങനെയാണ്, ദ പവർ ഓഫ് ഹാബിറ്റ്, വൈ വി ഡു വാട്ട് വി ഡു ആൻഡ് ഹൗ ടു ചേഞ്ച്. ഇതിൽ 3 സെക്ഷൻസ് ആയിട്ടാണ് 9 ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ ദ ഹാബിറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽസിനെ കുറിച്ചാണ് പറയുന്നത്. സെക്കൻഡ് വൺ ദ ഹാബിറ്റ്സ് ഓഫ് സക്സസ്ഫുൾ ഓർഗനൈസേഷൻസ്. തേർഡ് വൺ ദ ഹാബിറ്റ്സ് ഓഫ് സൊസൈറ്റീസ്. ഇൻഡിവിജ്വൽസ് എങ്ങനെയാണ് ഹാബിറ്റ്സ് ഫോം ചെയ്യുന്നത് എന്നുള്ളതിൽ ദ ഹാബിറ്റ് ലൂപ്പ് എന്ന പേരുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. ദ ക്രേവിംഗ് ബ്രെയിൻ, ദ ഗോൾഡൻ റൂൾ ഓഫ് ഹാബിറ്റ് ചേഞ്ച്. സെക്കൻഡ് സെക്ഷനിലെ കീസ്റ്റോൺ ഹാബിറ്റ്സ്, പിന്നെ ദ ഹാബിറ്റ് ഓഫ് സക്സസ്, ദ പവർ ഓഫ് എ ക്രൈസിസ്, ഹൗ ടാർഗറ്റ് നോസ് വാട്ട് യു വാണ്ട് ബിഫോർ യു ഡു. ഇങ്ങനെ ഉള്ള ചാപ്റ്റേഴ്സ് ആണ് സെക്കൻഡ് സെക്ഷൻ. തേർഡ് വൺ ദ ഹാബിറ്റ്സ് ഓഫ് സൊസൈറ്റീസ് എന്നുള്ളതിൽ 2 ചാപ്റ്റേഴ്സ് ആണ്. മൂവ്മെന്റ്സ് എങ്ങനെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതും ദ ന്യൂറോളജി ഓഫ് ഫ്രീ വിൽ, ഇങ്ങനെ 2 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. സോ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ എഴുന്നേൽക്കുന്നു, ചില ആളുകൾ എഴുന്നേറ്റ ഉടനെ തന്നെ ചെക്ക് ചെയ്യുന്നത് ഇമെയിലും വാട്സപ്പൊക്കെ ആയിരിക്കും. ചിലർ ബ്രഷ് ചെയ്യായിരിക്കും ആദ്യം ചെയ്യുന്നത്, ചിലർ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ ഉടനെ എക്സസൈസ് ചെയ്യാൻ പോകും. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെ ഈ പാറ്റേൺ ഉള്ളത് കൊണ്ട്, ഹാബിറ്റ്സ് ഉള്ളത് കൊണ്ട് എന്താണ് മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ്സ്? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മൾ ആലോചിച്ച് തീരുമാനിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല അല്ലേ. എപ്പോഴും നമ്മൾ ഇപ്പം എണീക്കണ്ടേ, ബ്രഷ് ചെയ്യണ്ടേ, ബ്രഷ് ചെയ്യുമ്പോൾ പേസ്റ്റ് തേക്കണ്ടേ, ഏത് പേസ്റ്റ് എടുക്കണം, ഇങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും നമ്മൾ ആലോചിച്ച് തീരുമാനിച്ച് ചെയ്യണമെങ്കിൽ ഒരുപാട് ഡിസിഷൻ മേക്കിംഗ് അവിടെ ഇൻവോൾവ് ആവുന്നുണ്ട്. സോ മുൻപ് ഡിസിഷൻ ഫെറ്റീഗിനെ കുറിച്ച് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ്, ഡിസിഷൻസ് എടുക്കുമ്പോൾ എപ്പോഴും ബ്രെയിൻ മെന്റൽ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ബ്രെയിൻ തന്നെ ഈ എനർജിയെ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. ഈ ബുക്കിൽ പറയുന്നതനുസരിച്ച് നമ്മുടെ ബ്രെയിനിൽ ഡിസിഷൻ മേക്കിങ്ങും അങ്ങനെയുള്ള ചിന്തകളൊക്കെ അധികമായിട്ട് നടക്കുന്ന ഭാഗത്തിനെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്നും, നമ്മുടെ ഇമോഷൻസ്, മെമ്മറി, പാറ്റേൺ റെക്കഗ്നീഷൻ ഒക്കെ നടക്കുന്ന ഭാഗത്തെ ബേസൽ ഗാംഗ്ലിയ എന്നുമാണ് പറയുന്നത്. സോ നമുക്ക് ചിന്തിക്കേണ്ടി വരുമ്പോൾ വർക്ക് ചെയ്യുന്ന ഭാഗം പ്രിഫ്രണ്ടൽ കോർട്ടെക്സ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു കാര്യം റിപ്പീറ്റഡ്ലി ചെയ്ത് അതൊരു ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ ആക്ട് ചെയ്യുന്ന ഭാഗം ബേസൽ ഗാംഗ്ലിയ ആണ് എന്ന് പറയുന്നു. സോ നമുക്ക് ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ വേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്ന എനർജി അതൊരു ഡിസിഷനായി മാറിക്കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടി വരില്ല. അങ്ങനെ എനർജി കൺസർവ് ചെയ്യാനായിട്ട് ഈ ഹാബിറ്റ്സ് വളരെയധികം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഹാബിറ്റ്സിന്റെ കാര്യത്തിൽ പറയാനുള്ളത്, ഓഫ് കോഴ്സ് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് വേണ്ട എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സെക്കൻഡ് ആയിട്ട് നമ്മളൊരു ഹാബിറ്റ് ആയിട്ട് ഉള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും ചിന്തിക്കേണ്ടി വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് വേറെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാം അല്ലെ. മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ആ സമയത്തായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ഇന്ന് എന്താണ് കുക്ക് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ ബ്രഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോഫി കുടിക്കുന്നത് ഒരു ഹാബിറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ആ സമയത്ത് നമുക്ക് വേറെ എന്ത് കാര്യം വേണമെങ്കിലും ആലോചിക്കാൻ സാധിക്കും. അന്നത്തെ ദിവസം പ്ലാൻ ചെയ്യാം, അന്ന് എന്തൊക്കെ വർക്ക് ചെയ്യണമെന്ന് ആലോചിക്കാം, എന്താണ് പഠിക്കേണ്ടത് എന്ന് ആലോചിക്കാം, എന്ത് കുക്ക് ചെയ്യണമെന്ന് ആലോചിക്കാം, എത്ര മണിക്കാണ് നമുക്ക് ഇന്നൊരു സ്ഥലത്ത് മീറ്റിംഗ് വെച്ചിട്ടുള്ളത്
അങ്ങനെ പോവാനായിട്ട് എപ്പോൾ നമ്മൾ റെഡി ആവണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാനായിട്ട് ഈ സമയത്ത് സാധിക്കും. സോ ഇതാണ് 2 മെയിൻ ബെനിഫിറ്റ്സ് നമുക്ക് ഹാബിറ്റ്സ് ഫോം ചെയ്യുന്നത് കൊണ്ടുള്ളത്. ഒന്ന്, അവിടെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. സോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ മൈക്രോ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ തീരുമാനിച്ച് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അത് തന്നെയായിരിക്കും നമ്മുടെ ബ്രെയിനിൽ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ അതിനുവേണ്ടി നമുക്ക് ഒരുപാട് എനർജി ഉപയോഗിക്കേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ആ സമയത്ത് പ്രത്യേകിച്ച് ഒരു ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ തിങ്കിങ് ഇൻവോൾവ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ സമയത്തെ വേറെ എന്ത് കാര്യം ആലോചിക്കാനും വേറെ എന്ത് തീരുമാനങ്ങൾ എടുക്കാനും വേണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് എക്സ്പെരിമെൻസും റിസർച്ചസും ഒക്കെ ഉണ്ട്. നിങ്ങൾ കുറച്ചൊരു സീരിയസ് കൈൻഡ് ഓഫ് റീഡിങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ ബുക്ക് ശരിക്കും വായിച്ചിരിക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ്. ഇങ്ങനെ അതിൽ പറഞ്ഞിട്ടുള്ള എക്സ്പെരിമെൻസിൽ എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഒരുപാട് ശരിയാണ്, ഇതിങ്ങനെ തന്നെയാണല്ലോ എന്ന് തോന്നിയ ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. അതിങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. ടേക്ക് ദ ആക്ട് ഓഫ് ബാക്കിംഗ് യുവർ കാർ ഔട്ട് ഓഫ് ദ ഡ്രൈവ് വേ. വെൻ യു ഫസ്റ്റ് ലേൺ ടു ഡ്രൈവ്, the driveway required a major dose of concentration, and for good reason. It involves opening the garage, unlocking the car door, adjusting the seat, inserting the key in the ignition, turning it clockwise, moving the rear view and side mirrors, and checking for obstacles, putting your foot on the brake, moving the gear shift into reverse, removing your foot from the brake, mentally estimating the distance between the garage and the street, while keeping the wheels aligned, and monitoring for overcoming traffic, calculating how reflected image in the mirrors translate into actual distances between the bumper, the garbage cans and the hedges, all while applying slight pressure to the gas pedal and brake, and most likely telling your passenger to please stop fiddling with the radio. Nowadays, however, you do all of that every time you pull onto the street with hardly any thought. The routine occurs by habit. ഈ കാര്യം നിങ്ങൾ ഡ്രൈവിംഗ് അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് കാർ ബാക്ക് എടുക്കുന്ന ഒരു കാര്യമാണ്. ഗരാജ് എന്ന് പറയുന്നത് നമ്മുടെ കാർ ഷെഡ് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് നിന്ന് കാർ ബാക്ക് എടുക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു 10-15 സ്റ്റെപ്പെങ്കിലും ഉണ്ട്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത്രയധികം ശ്രദ്ധ ഇൻവോൾവ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ആദ്യം അത് ചെയ്തിട്ടുണ്ടാവുക. പിന്നീട് നിങ്ങൾക്ക് അതൊരു ഹാബിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ യാതൊരു ചിന്തയും കൂടാതെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊരു ഡ്രൈവിംഗ് അറിയുന്ന ഒരാളാണെങ്കിൽ ഡ്രൈവിംഗ് പഠിച്ച സമയത്ത് നിങ്ങൾ വണ്ടി എടുത്തിരുന്നതൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര ശ്രദ്ധയായിരിക്കും. നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വണ്ടിയിലുള്ള മറ്റേ പാസഞ്ചേഴ്സ് അല്ലെങ്കിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ കൂടി നമ്മളത് കേൾക്കില്ല, അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കില്ല. കാരണം നമ്മുടെ കൈയും കണ്ണും കാതും തലച്ചോറും ഒക്കെ ഈ ഡ്രൈവിങ്ങിൽ മാത്രമായിരിക്കും ശ്രദ്ധ. ദൈവമേ, അപ്പുറത്തുനിന്ന് ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ, ചിലപ്പോൾ ഇടയ്ക്കൊന്ന് മിററിൽ നോക്കും, അയ്യോ ബാക്കിൽ നിന്ന് ഏതെങ്കിലും വരുന്നുണ്ടോ, പെട്ടെന്ന് എടുക്കണം. അങ്ങനെ ഭയങ്കര കാൽക്കുലേഷൻ ആയിരിക്കും നമ്മുടെ മനസ്സിൽ. നമ്മൾ ഭയങ്കര ശ്രദ്ധയായിരിക്കും ഓടിക്കുന്നതിൽ. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ, നിങ്ങൾ ഡ്രൈവിംഗ് അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, വേറെ ഒരു ചിന്തയും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവില്ല. പക്ഷെ അതേസമയം നമ്മൾ ഒരുപാട് തവണ വണ്ടി ഓടിച്ചത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഡ്രൈവ് ചെയ്യുന്നുണ്ട് എന്ന് പോലും നമ്മുടെ മനസ്സിൽ ചിന്തയില്ലാത്ത അത്രയും എഫേർട്ട്ലെസ് ആയിട്ടായിരിക്കും, അത്രയും ഓട്ടോമാറ്റിക് ആയിട്ടായിരിക്കും നമ്മളത് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ കൂടെ നമ്മുടെ വണ്ടിയിൽ അപ്പുറത്തിരിക്കുന്നവരോട് വർത്താനം പറഞ്ഞ് ചിരിക്കും, അവർ പറയുന്നതിനൊക്കെ നല്ല മറുപടി കൊടുക്കും. പുറത്ത് റോഡിലുള്ള പുതിയ ഏതെങ്കിലും ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണും. ആദ്യം ഓടിക്കുമ്പോൾ ഷോപ്പ് പോയിട്ട് ഈ വണ്ടിയുടെ ഉള്ളിൽ തന്നെ തീ പിടിച്ചാൽ ചിലപ്പോൾ നമ്മൾ അറിയില്ല. അത്രയും ഭയങ്കര ശ്രദ്ധയായിരിക്കും. സോ എനിക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ ഡ്രൈവിങ്ങിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം. ആദ്യം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പും നമ്മൾ അത്രയും കെയർഫുള്ളായി അത്രയും ചിന്തിച്ച് അത്രയും തീരുമാനങ്ങൾ എടുത്തൊക്കെയാണ് ഓടിക്കുക. പക്ഷേ നമ്മളത് വൺസ് ദാറ്റ് റൊട്ടീൻ ബിക്കംസ് എ ഹാബിറ്റ് ഫോർ us, പിന്നെ അത് വളരെ എഫേർട്ട്ലെസ് ആയിരിക്കും. അതേപോലെ തന്നെ ഇതിൽ റാറ്റ്സിൽ നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റ്സ്, എലികളിൽ നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് എലികൾക്ക് ഒരു ചോക്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് അവിടേക്ക് ഈ എലികൾ മൂവ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. സോ വൺസ് ആ റൂട്ട് അവർക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഒരു പ്രശ്നമല്ലാതായി മാറും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതും വളരെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയിലായിരിക്കും അല്ലേ. റൂട്ട് അറിയാത്ത ഒരു സ്ഥലമാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ വളരെ ശ്രദ്ധിച്ചായിരിക്കും വഴി തെറ്റാതെ പോകാൻ വേണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണത്. എൻ്റെ മോനെ ഒരു കോച്ചിങ് സെൻറ്ററിൽ കൊണ്ടുചെന്ന് ചേർത്തു. അത് വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയൊന്നുമല്ല, പക്ഷെ എനിക്ക് വഴി അറിയാത്ത ഒരു സ്ഥലം, കുറേ വളവും തിരിവൊക്കെയുള്ള
കുറെ ജംഗ്ഷൻസിൽ ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ എന്നൊക്കെ കൺഫ്യൂഷനുള്ള ഒരു സ്ഥലം. സോ ആദ്യം ഞാൻ മോനെയും കൊണ്ട് പോകുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധയിലാണ്. അവിടേക്ക് ഈ ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് നോക്കി അയ്യോ ഇനി വലത്തോട്ടാണോ ഇടത്തോട്ടാണോ തെറ്റിപ്പോവോ അങ്ങനെയുള്ള ഭയങ്കര ശ്രദ്ധയോട് കൂടിയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു 5-6 ദിവസം ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ആളെ അവിടെ കൊണ്ടുചെന്ന് ആക്കി തിരിച്ചു വന്ന് കഴിയുമ്പോൾ ഒരു ദിവസം ഞാൻ എങ്ങനെയാണ് അവിടെ എത്തിയെന്ന് പോലും എനിക്കറിയില്ല. അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തിയോ എന്ന് ആലോചിക്കുന്നത്. ആ പോണ റൂട്ടിൽ മുഴുവൻ എൻ്റെ ചിന്ത വേറെ പല കാര്യങ്ങളായിരുന്നു. പുതിയ വീഡിയോ ഇടുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ വൈകുന്നേരം ഫുഡ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചോ അങ്ങനെ പല ചിന്തയിൽ സ്ഥലമെത്തി. അപ്പൊ നമുക്ക് ആ റൂട്ട് പരിചയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാൻ തുടങ്ങും. അതൊരു ഹാബിറ്റ് പോലെ ആവും. പിന്നെ ഈ ഡ്രൈവിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വളരെ എഫേർട്ട്ലെസ് ആയി വളരെ ഓട്ടോമാറ്റിക് ആയി ഒരു ചിന്തയില്ലാതെ എല്ലാ വഴിയിലുള്ള കാര്യങ്ങളും എൻജോയ് ചെയ്ത് കൂടെ യാത്ര ചെയ്യുന്നവരോട് സംസാരിച്ചൊക്കെ പോയാലും പെട്ടെന്നൊരു വണ്ടി നമ്മുടെ മുൻപിൽ വന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കൈ ബ്രേക്കിൽ പോവും. 2 വീലർ ആണെങ്കിൽ അല്ല കാലാണെങ്കിൽ കാല് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് ചെയ്യും. സോ ആ സമയത്താണ് പിന്നെ നമുക്ക് അവിടെ ഒരു തിങ്കിങ് ആവശ്യമായി വരുന്നത്, അല്ലെങ്കിൽ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിന് ഒരു റോള് വരുന്നത്. സോ ഒരു ഹാബിറ്റ് ആയിട്ടുള്ള കാര്യം തന്നെ നമ്മൾ ഒട്ടും ചിന്തിക്കാതെ ചെയ്താലും അറ്റ് എ പോയിന്റ് നമുക്ക് അവിടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിന്റെ ആവശ്യം വരികയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈ ഡ്രൈവിങ്ങിന്റെ കാര്യത്തിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാം. നമ്മുടെ മുൻപിലേക്ക് പെട്ടെന്നൊരു വണ്ടി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ക്രോസ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരാള് പെട്ടെന്ന് ഓടി അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ഒട്ടും ചിന്തിക്കാതെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് അവിടെ ഇൻവോൾവ് ആവും. നമ്മൾ വണ്ടി ബ്രേക്ക് ചവിട്ടും, അവിടെ ഒരു ഡിസിഷൻ മേക്കിംഗ് നടക്കും, ഒരു തോട്ട് പ്രോസസ് നടക്കും. സോ ഇങ്ങനെയാണ് ബ്രെയിനിലെ ബേസൽ ഗാംഗ്ലിയ എന്ന ഭാഗം നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ മാറ്റി ഹാബിറ്റ്സിന്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്.